വിമാന ദുരന്തം എന്നെയും നിങ്ങളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ടെന്ന് നമുക്ക് വ്യക്തമാണ്. എന്തായിരിക്കും വിമാന ദുരന്തത്തിന്റെ കാരണം? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, അശ്രദ്ധ, അമിതമായ ആത്മവിശ്വാസം അല്ലെങ്കിൽ സുരക്ഷാ പരിശോധനയുടെ വീഴ്ച എന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിനെ പിന്താങ്ങുന്ന തരത്തിലുള്ള മറ്റ് വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അമിതമായ ആത്മവിശ്വാസം. ഈ ബോയിങ് വിമാനത്തിന് തകർച്ചയൊന്നും സംഭവിക്കില്ല, അപകടങ്ങളൊന്നും സംഭവിക്കുകയില്ല എന്നുള്ള അമിതമായ ആത്മവിശ്വാസം. പക്ഷേ ബോയിങ് വിമാനം അപകടത്തിൽപ്പെട്ടപ്പോഴെല്ലാം ഉണ്ടായ തകരാറുകൾ ഈ വിമാനത്തിലും ഉണ്ടായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ വൈമാനിക രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാരണം പറയുന്നത് വിങ് ഫ്ലാപ്പ് എന്ന് പറയുന്ന സംവിധാനം, അതായത് ചിറകിലുള്ള ഫ്ലാപ്പ്, അത് കൃത്യമായി പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ളതാണ്. അത് വിമാനം ഉയർന്നു പൊങ്ങുമ്പോൾ അതിൻ്റെ പൊസിഷൻ എന്തായിരിക്കണം, ആ പൊസിഷനിലല്ല വിങ് ഫ്ലാപ്പുകൾ ഉണ്ടായിരുന്നത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ വിങ് ഫ്ലാപ്പിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ബോയിങ് വിമാനം പലപ്പോഴും ചെറിയ ചെറിയ അപകടങ്ങളിൽ പെട്ടിട്ടുള്ളതെന്ന് മുൻകാല ബോയിങ് വിമാനങ്ങളുടെ അപകട ചരിത്രങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. അതുപോലെ തന്നെ റാറ്റ് എന്ന് പറയുന്ന ഒരു ഈ സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചെറിയ ജനറേറ്റർ അത് പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ വിമാനത്തിനുള്ളിലെ വൈദ്യുതി സംവിധാനങ്ങൾ, അതായത് മറ്റ് യഥാർത്ഥ രീതിയിലുള്ള വൈദ്യുതി പ്രസരണം അല്ലെങ്കിൽ വൈദ്യുതി കണക്ഷനുകൾക്ക് എന്തൊക്കെയോ തകരാറുകൾ സംഭവിച്ചിരുന്നു. അതും കൃത്യമായി സോഫ്റ്റ്വെയർ ഒക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നതിന് തടസ്സമായിരിക്കാം. അതുകൊണ്ടാകാം ഈ വിങ് ഫ്ലാപ്പൊക്കെ പ്രവർത്തിക്കാതിരുന്നത് എന്ന തരത്തിലുള്ള നിഗമനങ്ങളും നിരീക്ഷണങ്ങളും പുറത്തു വരുന്നുണ്ട്. അത് രണ്ടാമത്തെ അപകട കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു, ആയേക്കാം എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഒന്ന് വിങ് ഫ്ലാപ്പ്, രണ്ട് അതുപോലെ തന്നെ റാറ്റ് എന്ന് പറയുന്ന വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന യന്ത്രം. പക്ഷെ ആ റാറ്റ് പ്രവർത്തിച്ചാലും വിമാനത്തിന് ഉയർന്നു പൊങ്ങി പറക്കാൻ ആവശ്യമായുള്ള ഊർജം അതിൽ നിന്ന് ലഭ്യമാകുക പ്രയാസമാണ് എന്നും വൈമാനിക രംഗത്തെ, വ്യോമയാന രംഗത്തെ പ്രഗത്ഭർ വിലയിരുത്തുന്നുണ്ട്. മറ്റൊന്ന് ലാൻഡിംഗ് ഗിയർ അഥവാ ടയർ. ഈ ടയറുകൾ വിമാനം 200 അടി ഉയരത്തിലെത്തുമ്പോൾ തന്നെ ടയറുകൾ വിമാനത്തിനുള്ളിലേക്ക് കയറേണ്ടതാണ്. പക്ഷേ ഇവിടെ അപകടത്തിൽപ്പെട്ട ബോയിങ് വിമാനത്തിന്റെ ടയറുകൾ നമുക്കറിയാം, ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, ആ ടയറുകൾ താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ലാൻഡിംഗ് ഗിയറിന്റെ പ്രശ്നം, ഫ്ലാപ്പുകളുടെ പ്രശ്നം, അതുപോലെ റാറ്റിന്റെ പ്രശ്നം, ഈ 3-4 പ്രശ്നങ്ങൾ കൊണ്ട് വിമാനം ഘടനാപരമായി ഉയർന്നു പറക്കാനുള്ള ഒരു സാഹചര്യത്തിലായിരുന്നില്ല എന്ന് വ്യക്തമാക്കണം. അതാണ് പൈലറ്റുമാർ വിമാനത്താവളത്തിലേക്ക്, ATC എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് ഉടനെ തന്നെ മെയ്ഡേ സന്ദേശം, അപകടത്തിലാണ്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ലാൻഡിങ്ങിനുള്ള അവസരം വേണം എന്ന തരത്തിൽ വിളിച്ച് പറയാനുണ്ടായ സാഹചര്യം അതായിരിക്കണം. അതുപോലെ തന്നെ അപകടത്തിൽ നിന്ന്, ഇത്രയും വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട രമേശ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ആശുപത്രിയിൽ വെച്ച് അദ്ദേഹത്തെ കാണാനെത്തിയ അധികാരികളോട് പറഞ്ഞത് എന്താണ്, ഒരു പെട്ടെന്ന് തന്നെ 30 സെക്കൻഡിനുള്ളിൽ തന്നെ അപകടം മണത്തു. പക്ഷെ വിമാനം ഉയർത്താൻ വേണ്ടി പൈലറ്റുമാർ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ വിമാനം ഉയരുന്നില്ല, വിമാനം ഉയർന്ന് പൊങ്ങുന്നില്ല, അങ്ങനെ ഫ്ലാറ്റായി തന്നെ പോകുന്നു. അങ്ങനെയാണ് ഈ കെട്ടിടത്തിലേക്ക് അല്ലെങ്കിൽ എവിടെയോ ചെന്ന് ഇടിച്ചതെന്ന് അദ്ദേഹത്തിന്റെ മൊഴിയുമുണ്ട്. ഒരാൾ ജീവനോടെ ഉള്ളത് കൊണ്ട് വിമാനത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, മാറ്റങ്ങൾ സംഭവിച്ചതെന്ന് കൃത്യമായി അറിയാൻ കഴിയും. അങ്ങനെ 3-4 കാരണങ്ങൾ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിൽ ഏത് കാരണം കൊണ്ടാണ് വിമാനം വീണത് അല്ലെങ്കിൽ വീണുപോയത്, ഇങ്ങനെ ഒരു ദുരന്തമുണ്ടായതെന്ന് കണ്ടെത്തണമെങ്കിൽ ബ്ലാക്ക് ബോക്സ് അത് പരിശോധിക്കണം. അതുപോലെ തന്നെ CVR, അതായത് കോക്പിറ്റ് വീഡിയോ റെക്കോർഡർ അല്ലെങ്കിൽ വോയിസ് റെക്കോർഡർ, കോക്പീറ്റിലുള്ള, അതായത് പൈലറ്റുമാർ ഇരിക്കുന്ന സ്ഥലത്തുള്ള ശബ്ദം, എന്തൊക്കെ ശബ്ദങ്ങളാണ്, അവരെന്തൊക്കെയാണ് സംസാരിച്ചിരുന്നത് അവസാന നിമിഷം, അതിൻ്റെയൊക്കെ റെക്കോർഡറാണ് ഇത്. ഈ 2 ഉപകരണങ്ങളും, ബ്ലാക്ക് ബോക്സും അതുപോലെ തന്നെ CVRും ഇരിക്കുന്നത് വിമാനത്തിന്റെ ഏറ്റവും പിന്നിലുള്ള ഭാഗത്താണ്, ഏറ്റവും വാൽഭാഗത്താണ് ഇരിക്കുന്നത്. സാധാരണ അപകടങ്ങളിൽ ഈ ഉപകരണങ്ങൾക്ക് തകരാറൊന്നും സംഭവിക്കുകയില്ല. ഈ 2 ഉപകരണങ്ങളും ഇൻവെസ്റ്റിഗേറ്റേഴ്സ്, അന്വേഷിക്കാനെത്തിയ ആളുകൾ വീണ്ടെടുത്തിട്ടുണ്ട്. അതിന്റെ പരിശോധനകൾ നടന്നു വരികയാണ്. ആ പരിശോധനകൾ പൂർത്തിയാകുമ്പോൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും വിമാന ദുരന്തത്തിന്റെ കാരണം എന്തായിരുന്നുവെന്ന്. ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇനി ഏതൊക്കെ ഏജൻസികളാണ് ഈ വിമാന ദുരന്തം അന്വേഷിക്കുന്നത്? ഒന്ന്, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ എന്നൊരു സംഘടനയുണ്ട്. എല്ലാ രാജ്യങ്ങൾക്കും അങ്ങനെയുണ്ട്, എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ. നമ്മുടെ CBI അതിനൊക്കെ പോലെ തന്നെ എയർക്രാഫ്റ്റുകൾ അപകടത്തിൽപ്പെടുമ്പോൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ബ്യൂറോ ഉണ്ട്. അതിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അവർ ഇതിനെക്കുറിച്ച് പരിശോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും അട്ടിമറി നടന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ബാഹ്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, അത്തരത്തിലുള്ള അന്വേഷണമാണ് NIA ക്രോഡീകരിക്കുന്നത്. അതുപോലെ തന്നെ ബോയിങ് എന്ന കമ്പനി അമേരിക്കൻ കമ്പനിയാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഏജൻസികളും അന്വേഷണത്തിൽ സഹായിക്കും, അല്ലെങ്കിൽ അന്വേഷണ ഘട്ടത്തിൽ ഒപ്പമുണ്ടാകും. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പൗരന്മാരാണ് മരിച്ചതിൽ ഇന്ത്യൻ വംശജരാണെങ്കിലും ബ്രിട്ടീഷ് പൗരത്വമുള്ള ആളുകളാണ് പകുതിയിലേറെ മരിച്ചതിൽ. വിമാനയാത്രക്കാരിൽ പകുതിയോളം ആളുകൾ അവരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രിട്ടന്റെ AIB സംവിധാനം, അതായത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ സംവിധാനവും അന്വേഷണത്തിൽ പങ്കാളികളാകുന്നുണ്ട്. അങ്ങനെ ഉന്നതതല അന്വേഷണം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു. ഇതിന്റെ ചൂടിനെ കുറിച്ചൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞു. അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ലാവ എത്രമാത്രം തിളച്ചു മറിഞ്ഞാണ് വരുന്നത്. 1000 ഡിഗ്രിയിലധികം ചൂടുണ്ടായിരുന്നു. അതായത് 1.25 ലക്ഷം ലിറ്റർ ഇന്ധനമാണ് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് സ്ഫോടനം നടക്കുകയും, അപ്പോൾ അത്രമാത്രം ചൂട് അവിടെ അനുഭവപ്പെട്ടു. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം അതിദുഷ്കരമായിരുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ പറഞ്ഞു. ഒന്നും അവശേഷിപ്പിച്ചിരുന്നില്ല. ഇനി ഏറ്റവും സങ്കടകരമായ കാര്യങ്ങൾ വേറെയുണ്ട്, അത് ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. എങ്കിലും ഈ അന്വേഷണം പുരോഗമിക്കുന്നതിനനുസരിച്ച് വിമാന ദുരന്തത്തിന്റെ യഥാർത്ഥ കാരണം ലഭ്യമാകും. യഥാർത്ഥ കാരണം ഈ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഏതെങ്കിലും ഒരു സംഭവമായിരിക്കാം പ്രധാനമായും വിമാന ദുരന്തത്തിന് കാരണമായത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.